വഖഫ് നിയമത്തിലെ മനുഷ്യത്വഹീനവും നീതിക്ക് നിരക്കാത്തതുമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് 1995 വഖഫ് നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായി ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് കത്തയച്ചത്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആർച്ച് ബിഷപ്പിന്റെ ആവശ്യങ്ങൾ ഈ വഖഫ് നിയമത്തിലെ മനുഷ്യത്വഹീനവും നീതിക്ക് നിരക്കാത്തതുമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണം എന്നുള്ളതാണല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അതുതന്നെയാണ് ഈ വരാനിരിക്കുന്ന നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായും അന്വേഷണം ഉണ്ടാകണമെന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഈ ഒരു കത്ത് നൽകിയിട്ടുള്ളത്. ഭേദഗതി നടപ്പാക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള അവകാശവാദങ്ങൾ അത് കൃത്യമായിട്ട് പരിശോധന നടത്തുക എന്നുള്ള കാര്യം തന്നെയാണ്. ഈ എറണാകുളം ജില്ലയിലെ ചേറായി മുനമ്പം പ്രദേശങ്ങളിൽ തലമുറകളായി ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള 600ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഭീഷണിയിലാണെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഇടവക പള്ളിയും ഈ കോൺവെന്റും അടക്കം വഖഫ് ബോർഡിന്റെ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ്. ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വഖഫ് ബോർഡിന്റെ ഭീഷണി നേരിടുന്ന ജനങ്ങളുടെ അവസ്ഥ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ നിയമ ഭേദഗതി നടപ്പിലാക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ജനങ്ങളുടെ നിർദ്ദേശങ്ങളടക്കം സ്വീകരിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. 1954 ഈ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള വഖഫ് നിയമം പിന്നീട് 1995 പുതുക്കിയിരുന്നു. ഇതിന്മേൽ UPA കാലത്ത് വീണ്ടും UPAയുടെ ഭരണകാലത്താണ് വീണ്ടും ഭേദഗതികൾ നടപ്പിലാക്കുന്നത്. ഏത് ഭൂമിയും വഖഫ് ഭൂമിയായി അവകാശവാദം ഉന്നയിക്കാനാവുമെന്നുള്ള വ്യവസ്ഥകൾ വന്നതോടെയാണ് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് സിവിൽ കേസുകൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.